ഹായ് യുവേഴ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ യൂട്യൂബിലൊരു തുടക്കക്കാരിയാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റു. അലസമായി കിടക്കുന്ന എൻ്റെ മുടിയൊക്കെ അങ്ങനെ ഒതുക്കി കെട്ടി അവിടെ വെച്ച് നേരെ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. അങ്ങനെ ഫ്രഷായി ബ്രഷ് ചെയ്തൊക്കെ വന്ന് നോക്കുമ്പോൾ ഇച്ചൂസ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി ചൂടുവെള്ളത്തിന് വെച്ചു. രാവിലെ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല, ചൂടുവെള്ളമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ചൂടുവെള്ളമാണ് വെക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. മിക്കപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കി തരാൻ അവൾ പറയും. പക്ഷേ ഉണ്ടാക്കുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഭയങ്കര ടാസ്ക്കാണ്. അവൾ പരത്താനും കുഴക്കാനൊക്കെ വരുമായിരുന്നു കുഞ്ഞിൽ. ഇപ്പോഴങ്ങനെ ഒന്നുമില്ല, ഒത്തിരി വലുതായില്ലേ, ഇപ്പോഴങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് മിക്കപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ച് ഏകദേശമായി. അതിൻ്റെ കല്ലടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും ചപ്പാത്തി ഞാൻ ഓരോന്നായി ചുട്ടെടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് എൻ്റെ കഴിയാറായി. അപ്പോഴേക്കും ഇച്ചൂസിനെ പല്ല് തേപ്പിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇച്ചൂസിനെ പല്ല് തേപ്പിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവളെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ ചെയ്ത് കൊടുത്ത പോലെ തന്നെ അവളെ ഭാവിയെ പല്ല് തേപ്പിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വന്ന് ചപ്പാത്തി കഴിക്കാനാണ് കേട്ടോ. ചപ്പാത്തിയുടെ കറി എന്ന് പറഞ്ഞാൽ ഇന്നലെ നല്ല മീൻകറി ഉണ്ടായിരുന്നു. മീൻകറിയും കൂടി ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റല്ലേ. അതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അടുപ്പിൽ തീ കത്തിച്ചാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അങ്ങനെ ചോറ് വെക്കാനുള്ള പരിപാടികൾ ചെയ്തപ്പോൾ ഇച്ചൂസ് വീണ്ടും വെള്ളത്തിൽ കളിക്കാനായിട്ട് പോയി കേട്ടോ. ഇന്നത്തെ കറി എന്ന് പറയുന്നത് പരിപ്പും ചക്കക്കുരു വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുക്കറിൽ അതൊക്കെ ഇട്ട് അവിടെ വെച്ചു. അപ്പോഴേക്കും എൻ്റെ വെള്ളമൊക്കെ ചൂടായി വന്നു. അങ്ങനെ അരി കഴുകി അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ. അരി കഴുകി അടുപ്പത്തിട്ടുമ്പോഴത്തേക്കും കറിക്കുള്ള പാകം നോക്കാൻ പോകണുള്ളൂ. അങ്ങനെ തേങ്ങ ചിരകി വെച്ചു, അരപ്പൊക്കെ ആക്കി വെച്ചു. അപ്പോൾ വീണ്ടും നോക്കുമ്പോൾ വീണ്ടും ഇച്ചൂസ് വെള്ളത്തിൽ കളിക്കാൻ പോയി. പിന്നെ അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് അവളൊന്ന് ഞാൻ കളർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി ഇതേ കളർ ചെയ്യാൻ വന്നിരിക്കുന്ന കോലം കണ്ടോ നിങ്ങൾ? മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടോ? നമുക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോഴേക്കും എൻ്റെ കറികളൊക്കെ റെഡിയായി. പിന്നെ തോരന് വേണ്ടിയുള്ള പണിയാണ് കേട്ടോ. കൊത്ത വരാണ് ഇന്നത്തെ തോരൻ. അതും റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ സിങ്ക് നോക്കി. സിങ്കാകെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ കൂട്ടിയൊന്നും വെക്കാറില്ല. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കഴുകി വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സിങ്കിലെ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചു. എൻ്റെ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കി എൻ്റെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. നോക്കി, എൻ്റെ അടുക്കള ക്ലീൻ ആയില്ലേ? സൂപ്പറാണോ? നോക്കൂ. അപ്പോഴേക്കും ഇച്ചൂസിൻ്റെ പരിപാടി എന്താ നിങ്ങൾ കണ്ടോ? അവൾ സ്റ്റൂളിൽ നിന്നെല്ലാം മാറ്റി നേരെ തറയിലേക്ക് പോയി. അപ്പോൾ അവിടെ തലയൊക്കെ അവിടെ തന്നെ ഇട്ടുണ്ടോ. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ നേരെ അടിച്ച് വാരലാണ്. അടിച്ച് വാരി ഇത് തുടക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാനങ്ങനെ അടിച്ച് വാരേണ്ട പണിയിലേക്ക് പോയി. അതിനിടയിൽ ഇച്ചൂസിനെ കുളിപ്പിക്കുകയും ഇച്ചൂസിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവരുടെ കൂടെ കളിക്കാൻ എപ്പോഴും ആൾ വേണം. കളർ കൊടുക്കുന്ന സമയത്ത് മാത്രം അവൾ ഫ്രീ ആയിട്ടിരിക്കും. അങ്ങനെ കുറച്ച് സമയം അവിടെ കളിച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ എടുക്കണ്ടെന്ന് തോന്നും. അങ്ങനെ അതൊന്നും വീഡിയോ എടുത്തില്ല. ലേസോളും ഡെറ്റോളൊക്കെ ഇട്ടിച്ച് ഞാനങ്ങനെ തുടക്കാനുള്ള പണി നോക്കിയാണ്. തുടക്കലും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണി ഏകദേശം ഒക്കെ സെറ്റാവും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനൊരു തുടക്കക്കാരിയാണെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ